ഫിസിക്സിൻ്റെ 6ാം ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. പഠിക്കാൻ പാടുള്ള ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര കടുപ്പമുള്ള ഭാഗമായാലും കുറച്ച് കഴിയുമ്പോൾ അത് എളുപ്പമായി മാറും. ആ ഒരു മെത്തേഡാണ് ഞാൻ എൻ്റെ ചാനലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമുക്കപ്പോൾ ഫിസിക്സിൻ്റെ 6ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് എപ്പോൾ? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ലഭിക്കുമ്പോൾ. വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ലഭിക്കുമ്പോൾ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് എപ്പോൾ? വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോൾ. പ്രവൃത്തിയുടെ സൂത്രവാക്യം: പ്രവൃത്തി അല്ലെങ്കിൽ W ബലം ഓർ ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരം ഓർ സ്പേസ്. പ്രവൃത്തിയുടെ സൂത്രവാക്യം വർക്ക് ഫോഴ്സ് ഇൻറ്റു സ്പേസ്. വർക്ക് ഫോഴ്സ് ഇൻറ്റു സ്പേസ്. പ്രവൃത്തി ബലം ഇൻറ്റു സ്ഥാനാന്തരം. പ്രവൃത്തി ബലം ഇൻറ്റു സ്ഥാനാന്തരം. W ഫോഴ്സ് ഇൻറ്റു സ്പേസ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂളാണ്. 1 ജൂൾ ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. 1 ജൂൾ ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. 1 ജൂൾ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. 1 ജൂൾ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. 1 ജൂൾ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നത് വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോൾ ആണ്. വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോൾ ആണ്. വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നത്. പ്രവൃത്തിയുടെ സൂത്രവാക്യം പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരം അല്ലെങ്കിൽ സ്പേസ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. 1 ജൂൾ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ ആണെന്ന് ഓർമ്മിക്കുക. 10 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് ഒരു വസ്തുവിനെ ബലത്തിൻ്റെ ദിശയിൽ 5 മീറ്റർ നീക്കിയാൽ ചെയ്ത പ്രവൃത്തി എത്ര? 10 ന്യൂട്ടൺ. 10 N ബലം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ബലത്തിൻ്റെ ദിശയിൽ 5 മീറ്റർ നീക്കിയാൽ ചെയ്ത പ്രവൃത്തി എത്ര? 50 ജൂൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 50 ജൂൾ. വർക്ക് ഫോഴ്സ് ഇൻറ്റു സ്പേസ് 10 ഇൻറ്റു 5. 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഉപയോഗിച്ചത്. 5 സ്ഥാനാന്തരം ആണ് ഉപയോഗിച്ചത്. അപ്പോൾ 10 ഇൻറ്റു 5 50. 10 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് ഒരു വസ്തുവിനെ ബലത്തിൻ്റെ ദിശയിൽ 5 മീറ്റർ നീക്കിയാൽ ചെയ്ത പ്രവൃത്തി 50 ജൂൾ. 50 ജൂൾ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ശരിയായ ഉത്തരം ജൂൾ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂളാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രശസ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ യൂണിറ്റിന് ജൂൾ എന്ന പേരിട്ടത്. പ്രശസ്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ യൂണിറ്റിന് ജൂൾ എന്ന പേരിട്ടത്. ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് ഒരു വസ്തുവിനെ ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം വരുത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് 1 ജൂൾ. ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് ഒരു വസ്തുവിനെ ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം വരുത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് 1 ജൂൾ. 1 ജൂൾ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. 1 ജൂൾ 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ഏതാണ്? 1 ജൂൾ ഏതിന് തുല്യമാണ്? പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ഏതാണ്? 1 ജൂൾ ഏതിന് തുല്യമാണ്? പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്ററിന് തുല്യമാണ്. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണെന്ന് ഓർമ്മിക്കുക. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്ററിന് തുല്യമാണ്. 1 ജൂൾ ന്യൂട്ടൺ മീറ്ററിന് തുല്യമാണ്. 1 ജൂൾ ന്യൂട്ടൺ മീറ്റർ. കാരണം വർക്ക് ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരം. അതായത് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അതായത് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്റർ. കാരണം വർക്ക് ഫോഴ്സ് ഇൻറ്റു സ്പേസ്. അതായത് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഇൻറ്റു സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. 1 ന്യൂട്ടൺ മീറ്റർ എന്നത് 1 ജൂളിന് തുല്യമാണ്. 1 ന്യൂട്ടൺ മീറ്റർ എന്നത് 1 ജൂളിന് തുല്യമാണ്. ജൂളും ന്യൂട്ടൺ മീറ്ററും ഒരേ അളവാണ്. പേരുകൾ രണ്ടാണ്. പ്രവൃത്തിക്ക് സാധാരണയായി ജൂൾ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പ്രവൃത്തിക്ക് സാധാരണയായി ജൂൾ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്?
ശരിയായ ഉത്തരം 1 ജൂൾ ഇസ് ഇക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1 ജൂൾ ഇസ് ഇക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ. 1000 ജൂൾ ഇസ് ഇക്വൽ ടു 1 കിലോഗ്രാം ജൂൾ. 1000 ജൂൾ ഇസ് ഇക്വൽ ടു 1 കിലോഗ്രാം ജൂൾ. 1 ജൂൾ ഇസ് ഇക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ. 1000 ജൂൾ ഇസ് ഇക്വൽ ടു 1 കിലോഗ്രാം ജൂൾ. 1 ന്യൂട്ടൺ ബലത്തിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാക്കുന്ന പ്രവൃത്തി ആണ് 1 ന്യൂട്ടൺ മീറ്റർ. 1 ജൂൾ ഇസ് ഇക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ ആണ്. 1 ന്യൂട്ടൺ ബലത്തിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് 1 ന്യൂട്ടൺ മീറ്റർ. ചെറിയ പ്രവൃത്തിക്ക് ജൂൾ, വലിയ പ്രവൃത്തിക്ക് കിലോ ജൂൾ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു. ചെറിയ പ്രവൃത്തിക്ക് ജൂൾ എന്ന് പറയുന്നു, വലിയ പ്രവൃത്തിക്ക് കിലോ ജൂൾ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം? ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം? ശരിയായ ഉത്തരം വർക്ക് ഇസ് ഇക്വൽ ടു മാസ് ഗ്രാവിറ്റി ഹൈറ്റ്. ശരിയായ ഉത്തരം വർക്ക് ഇസ് ഇക്വൽ ടു mgh. പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം ഇൻറ്റു ഉയരം. പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം ഇൻറ്റു ഉയരം. പിണ്ഡം മാസ്, ഗുരുത്വാകർഷണം ഗ്രാവിറ്റി, ഉയരം ഹൈറ്റ് mgh. ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം? ഉത്തരം വർക്ക് ഇസ് ഇക്വൽ ടു പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം ഇൻറ്റു ഉയരം. വർക്ക് ഇസ് ഇക്വൽ ടു പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം ഇൻറ്റു ഉയരം. മുകളിലേക്ക് ഉയർത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി വസ്തുവിൻ്റെ ഭാരം ഇൻറ്റു ഉയരമാണ്. ഇവിടെ m ഇസ് ഇക്വൽ ടു പിണ്ഡം, ഗ്രാവിറ്റി ഇസ് ഇക്വൽ ടു 9.8 മീറ്റർ പെർ സ്ക്വയർഡ്, ഹൈറ്റ് ഇസ് ഇക്വൽ ടു ഉയരം. ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സ്ക്വയർഡ് ആണെന്ന് ഓർമ്മിക്കുക. ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സ്ക്വയർഡ് ആണെന്ന് ഓർമ്മിക്കുക. ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം? ആൻസർ വർക്ക് ഇസ് ഇക്വൽ ടു mgh. വർക്ക് ഇസ് ഇക്വൽ ടു mgh. മാസ് ഗ്രാവിറ്റി ഹൈറ്റ്. മാസ് ഗ്രാവിറ്റി ഹൈറ്റ് എന്ന് ഓർമ്മിക്കുക. വർക്ക് ഇസ് ഇക്വൽ ടു mgh എന്ന സമവാക്യത്തിൽ mg എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വർക്ക് ഇസ് ഇക്വൽ ടു mgh എന്ന സമവാക്യത്തിൽ mg എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം. വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം. വർക്ക് ഇസ് ഇക്വൽ ടു mgh എന്ന സമവാക്യത്തിൽ mg എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം. വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലത്തെയാണ് mg എന്ന് സൂചിപ്പിക്കുന്നത്. വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലത്തെയാണ് mg, മാസ് ഗ്രാവിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. വർക്ക് ഇസ് ഇക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. ലംബമായി ഉയർത്തുമ്പോൾ ബലം mg, വസ്തുവിൻ്റെ ഭാരം, സ്ഥാനാന്തരം ഹൈറ്റ്. അതുകൊണ്ട് വർക്ക് ഇസ് ഇക്വൽ ടു mgh. വർക്ക് ഇസ് ഇക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. വർക്ക് ഇസ് ഇക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്, അതായത് ഫോഴ്സ് ഇൻറ്റു എസ് ആണ്. വർക്ക് ഇസ് ഇക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. ലംബമായി ഉയർത്തുമ്പോൾ ബലം ഇസ് ഇക്വൽ ടു mg ആണ്. ലംബമായി ഉയർത്തുമ്പോൾ ബലം ഇൻറ്റു mg ആണ്. രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. വർക്കിൻ്റെ സൂത്രവാക്യം ബലം ഇൻറ്റു സ്ഥാനാന്തരം, അതായത് ഫോഴ്സ് ഇൻറ്റു സ്പേസ് ആണ്. ലംബമായി ഉയർത്തുമ്പോൾ ബലം ഇസ് ഇക്വൽ ടു mg ആണെന്ന് ഓർമ്മിക്കുക. ലംബമായിട്ട് ഉയർത്തുമ്പോൾ ബലം ഇസ് mg ആണെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് വർക്ക് ഇസ് ഇക്വൽ ടു mgh. mg എന്നാൽ പിണ്ഡം, g എന്നാൽ ഗുരുത്വാകർഷണ ത്വരണമാണ്. 9.8 മീറ്റർ പെർ സ്ക്വയർഡ് ആണ് ഒരു g. mg ഇസ് ഇക്വൽ ടു പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം ഇസ് ഇക്വൽ ടു ഭാരം. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. mg ഇസ് ഇക്വൽ ടു പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം. പിണ്ഡവും ഗുരുത്വാകർഷണമാണ്, മാസും ഗ്രാവിറ്റിയാണ് mg. അത് ഭാരത്തിന് തുല്യമാണ്, ഭാരം. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് എന്ന് ഓർമ്മിക്കുക. h എന്നാൽ വസ്തു ഉയർത്തിയ ലംബമായ ഉയരമാണ്, ഹൈറ്റ്. വസ്തു ഉയർത്തിയ ലംബമായ ഉയരമാണ് h. യൂണിറ്റ് മീറ്റർ ആണ്. ഹൈറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഹൈറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് ഓർമ്മിക്കുക. mg എന്നാൽ പിണ്ഡവും ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി എന്നാൽ 9x8 മീറ്റർ പെർ സ്ക്വയർഡ് ആണെന്ന് നേരത്തെ പറഞ്ഞാണ്. അതുകൊണ്ട് mg എന്നാൽ പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം ഇസിക്കൽ ടു ഭാരമാണ്. പിണ്ഡം ഇൻറ്റു ഗുരുത്വാകർഷണം ഭാരമാണ്, അതായത് പിണ്ഡവും ഗുരുത്വാകർഷണം ഗുണിച്ചാലാണ് ഭാരം കിട്ടുക. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് ഓർമ്മിക്കുക. ലംബമായിട്ടുള്ള ഉയർത്തുക, അതാണ് h. hൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് ഓർമ്മിക്കുക. 1 kg പിണ്ഡമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തി ഏകദേശം എത്രയാണ്? ഇതിനെ എന്ത് വിളിക്കുന്നു? 1 kg പിണ്ഡമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തി ഏകദേശം എത്രയാണ്? ഇതിനെ എന്ത് വിളിക്കുന്നു? ശരിയായ ഉത്തരം ഏകദേശം 9.8 ജൂൾ. ഇതിനെ ലളിതമായി 1 ജൂൾ എന്നതിൻ്റെ വിശദീകരണമായി പഠിപ്പിക്കുന്നു. ഏകദേശം 9.8 ജൂൾ.
ഇതിനെ ലളിതമായി 1 ജൂൾ എന്നതിൻ്റെ വിശദീകരണമായി പഠിപ്പിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ലഭിച്ചതെന്നാൽ 1 kg ഇൻറ്റു 9.8 ഗ്രാവിറ്റി ഇൻറ്റു 1 മീറ്റർ, അങ്ങനെയാണ് 9.8 ജൂൾ കിട്ടിയത്. നേരത്തെ നമ്മൾ പറഞ്ഞ MGHന്റെ സൂത്രവാക്യം ഇവിടെ ലളിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിൽ കോൺ ഉണ്ടെങ്കിൽ ചെയ്ത പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം? കോണിൻ്റെ ചിഹ്നമാണിത്. 0 ഇട്ടിട്ട് അതിന് നടുക്കൊരു വരയാണ് കോണിൻ്റെ ചിഹ്നം. ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിൽ കോൺ ഉണ്ടെങ്കിൽ ചെയ്ത പ്രവൃത്തി എങ്ങനെയായി കണക്കാക്കാം? ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിൽ കോൺ ഉണ്ടെങ്കിൽ ചെയ്ത പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം? ശരിയായ ഉത്തരം വർക്ക് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു കോസൈൻ എന്നാണ് കോസിൻ്റെ ഫുൾ ഫോം. കോസ് എന്നാൽ ഇവിടെ കോസൈൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കോസൈൻ. വർക്ക് ഇസിക്കൽ ടു ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിൽ കോൺ ഉണ്ടെങ്കിൽ ചെയ്ത പ്രവൃത്തി എങ്ങനെയായി കണക്കാക്കാം? ശരിയായ ഉത്തരം വർക്ക് ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു സ്പേസ് ഇൻറ്റു കോസൈൻ. വർക്ക് ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു സ്പേസ് ഇൻറ്റു കോസൈൻ. കോൺ എന്നാൽ ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിലുള്ള കോണാണ് ആ ചിഹ്നം. 0ൻ്റെ നടുക്ക് ഒരു വരെയുള്ള ചിഹ്നമാണ് ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തു സഞ്ചരിക്കുന്ന ദിശയും തമ്മിലുള്ള കോൺ. ഒരു വ്യക്തി വലിയൊരു ലോഹപ്പെട്ടി ശക്തിയെ തള്ളുന്നു, പക്ഷേ പെട്ടി അനങ്ങുന്നില്ല. അയാൾ ചെയ്ത പ്രവൃത്തി എത്ര? ഒരു വ്യക്തി വലിയൊരു ലോഹപ്പെട്ടി ശക്തിയെ തള്ളുന്നു, പക്ഷേ പെട്ടി അനങ്ങുന്നില്ല. അയാൾ ചെയ്ത പ്രവൃത്തി എത്ര? ശരിയായ ഉത്തരം 0. ഒരു വലിയൊരു ലോഹപ്പെട്ടി ശക്തിയായി തള്ളുന്നു, പെട്ടി അനങ്ങുന്നില്ല. അയാൾ ചെയ്ത പ്രവൃത്തി എത്ര? 0. പ്രവൃത്തി അല്ലെങ്കിൽ W ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു സ്പേസ്. ഇവിടെ സ്ഥാനാന്തരം 0. എത്ര വലിയ ബലം പ്രയോഗിച്ചാലും 0 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന പ്രവൃത്തി 0 ആയിരിക്കും. എത്ര വലിയ ബലം പ്രയോഗിച്ചാലും 0 കൊണ്ട് ഗുണിച്ചാൽ പ്രവൃത്തി 0 തന്നെയായിരിക്കും. ഒരു വ്യക്തി വലിയൊരു ലോഹപ്പെട്ടി ശക്തിയെ തള്ളുന്നു, പക്ഷേ പെട്ടി അനങ്ങുന്നില്ല. അയാൾ ചെയ്ത പ്രവൃത്തി 0. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ വലിക്കുമ്പോൾ ആ ബലം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ വലിക്കുമ്പോൾ ആ ബലം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും? ശരിയായ ഉത്തരം പോസിറ്റീവ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ വലിക്കുമ്പോൾ ആ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ്. ആ പോസിറ്റീവ് പ്രവൃത്തി എന്നാൽ ബലം വസ്തുവിന് ഊർജ്ജം നൽകുന്നു. പോസിറ്റീവ് പ്രവൃത്തി എന്നാൽ ബലം വസ്തുവിന് ഊർജ്ജം നൽകുന്നു. വസ്തുവിൻ്റെ വേഗതയോ ചലനമോ വർദ്ധിക്കും. വസ്തുവിൻ്റെ വേഗതയോ ചലനമോ വർദ്ധിക്കും. അതായത് ഒരു വസ്തുവിനെ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ വലിക്കുന്നു ഒരാൾ അപ്പുറത്ത് നിന്ന്. ഒരു വസ്തുവിനെ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ അപ്പുറത്തുനിന്ന് ഒരു ശക്തി വലിക്കുന്നു. അപ്പോൾ അതിനെ പോസിറ്റീവ് പ്രവൃത്തി എന്നാണ് പറയുക. അതിനെ പോസിറ്റീവ് പ്രവൃത്തി എന്നാണ് പറയുക. വണ്ടി മുന്നോട്ട് തള്ളുമ്പോൾ, പന്ത് കിക്ക് ചെയ്യുമ്പോൾ ഇവയൊക്കെ പോസിറ്റീവ് പ്രവൃത്തിയാണ്. വണ്ടി മുന്നോട്ട് തള്ളുമ്പോൾ, പന്ത് കിക്ക് ചെയ്യുമ്പോൾ ഇവയൊക്കെ പോസിറ്റീവ് പ്രവൃത്തിയാണെന്ന് ഓർമ്മിക്കുക. തറയിലൂടെ ഒരു വസ്തു മുന്നോട്ട് വലിക്കുമ്പോൾ തറ പ്രയോഗിക്കുന്ന ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? തറയിലൂടെ ഒരു വസ്തു മുന്നോട്ട് വലിക്കുമ്പോൾ തറ പ്രയോഗിക്കുന്ന ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? തറ പ്രയോഗിക്കുന്ന ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? ശരിയായ ഉത്തരം നെഗറ്റീവ്. തറയിലൂടെ ഒരു വസ്തു മുന്നോട്ട് വലിക്കുമ്പോൾ തറ പ്രയോഗിക്കുന്ന ഘർഷണ ബലം, അത് നെഗറ്റീവ്. നെഗറ്റീവ് പ്രവൃത്തി എന്നാൽ ഘർഷണ ബലം വസ്തുവിൽ നിന്ന് ഊർജ്ജം എടുത്തു കളയുന്നു. ഘർഷണ ബലം വസ്തുവിൽ നിന്ന് ഊർജ്ജം എടുത്തു കളയുന്നു എന്നാണ്. അതുകൊണ്ട് ചലിക്കുന്ന വസ്തു പതിയെ നിന്നു പോകുന്നു. നെഗറ്റീവ് പ്രവൃത്തി എന്നാൽ ഘർഷണ ബലം വസ്തുവിൽ നിന്ന് ഊർജ്ജം എടുത്തു കളയുന്നു. അതുകൊണ്ട് ചലിക്കുന്ന വസ്തു പതിയെ നിന്നു പോകുന്നു. മുന്നോട്ട് വലിക്കുന്ന ബലം പോസിറ്റീവ് പ്രവൃത്തി, പിന്നോട്ട് വലിക്കുന്ന ഘർഷണം നെഗറ്റീവ് പ്രവൃത്തി എന്ന് ഓർമ്മിക്കുക. മുന്നോട്ട് വലിക്കുന്ന ബലം പോസിറ്റീവ് പ്രവൃത്തി, പിന്നോട്ട് വലിക്കുന്ന ഘർഷണം നെഗറ്റീവ് പ്രവൃത്തി എന്ന് ഓർമ്മിക്കുക. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ എന്ത് വിളിക്കുന്നു? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ എന്ത് വിളിക്കുന്നു? ശരിയായ ഉത്തരം പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ എന്ത് വിളിക്കുന്നു? പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ പവർ എന്ന് വിളിക്കുന്നു. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെ പവർ എന്ന് വിളിക്കുന്നു. പവറിൻ്റെ സമവാക്യം എന്ത്? പവറിൻ്റെ സമവാക്യം ഏത്? ശരിയായ ഉത്തരം പവർ ഇസിക്കൽ ടു വർക്ക് ഡിവൈഡ് ബൈ ടൈം. പവറിൻ്റെ സമവാക്യം വർക്ക് ഡിവൈഡ് ബൈ ടൈം. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ടിയുടെ യൂണിറ്റ് സെക്കൻഡ്, പിയുടെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്.
പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്, പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണെന്ന് ഓർമ്മിക്കുക. പവറിൻ്റെ സമവാക്യം വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണെന്ന് ഓർമ്മിക്കുക. പവറിൻ്റെ സമവാക്യം വർക്ക് ഡിവൈഡ് ബൈ ടൈം, പവറിൻ്റെ സമവാക്യം വർക്ക് ഡിവൈഡ് ബൈ ടൈം. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്, പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണെന്നും ഓർമ്മിക്കുക. പവറിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? വാട്ട് അല്ലെങ്കിൽ ജൂൾ, വാട്ട് അല്ലെങ്കിൽ ജൂൾ ഡിവൈഡ് ബൈ സെക്കൻഡ്, വാട്ട് അല്ലെങ്കിൽ ജൂൾ ഡിവൈഡ് ബൈ സെക്കൻഡ്. പിന്നെ കുതിരശക്തി എച്ച് പി, കുതിരശക്തി എച്ച് പി, ഇതും പവറിൻ്റെ യൂണിറ്റുകളാണ്. പവറിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജൂൾ പെർ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ്, വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, കുതിരശക്തി എച്ച് പി, കുതിരശക്തി എച്ച് പി എന്നിവയാണ്. കുതിരശക്തി അല്ലെങ്കിൽ എച്ച് പി, ഹോഴ്സ് പവർ എന്നിവയാണ് പവറിൻ്റെ യൂണിറ്റുകൾ. 1 വാട്ട് ഇസിക്കൽ ടു 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. 1 വാട്ട് ഇസിക്കൽ ടു 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്ടിൻ്റെ പേരിൽ നിന്നാണ് ഈ പേര്, ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്ടിൻ്റെ പേരിൽ നിന്നാണ് വാട്ട് എന്ന പേരെടുത്തത്. 1 വാട്ട് ഇസിക്കൽ ടു 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. പവറിൻ്റെ വലിയ യൂണിറ്റ് കുതിരശക്തി, ഹോഴ്സ് പവർ ആണ്. പവറിൻ്റെ വലിയ യൂണിറ്റ് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ ആണ്. എഞ്ചിനുകളുടെ പവർ അളക്കാൻ എച്ച് പി ഉപയോഗിക്കുന്നു. 1 എച്ച് പി ഇസിക്കൽ ടു 746 വാട്ടാണ്. 1 എച്ച് പി ഇസിക്കൽ ടു 746 വാട്ടാണ്. 1 ഹോഴ്സ് പവർ ഇസിക്കൽ ടു 746 വാട്ടാണ്. വലിയ യൂണിറ്റ്, പവറിൻ്റെ വലിയ യൂണിറ്റ് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവറാണ്. പവറിൻ്റെ വലിയ യൂണിറ്റ് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവറാണെന്ന് ഓർമ്മിക്കുക. എഞ്ചിനുകളുടെ പവർ അളക്കാൻ എച്ച് പി ആണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനുകളുടെ പവർ അളക്കാൻ ഹോഴ്സ് പവറാണ് ഉപയോഗിക്കുന്നത്. 1 എച്ച് പി ഇസിക്കൽ ടു 746 വാട്ടാണ്. 1 എച്ച് പി 1 ഹോഴ്സ് പവർ ഇസിക്കൽ ടു 746 വാട്ടാണ് എന്ന് ഓർമ്മിക്കുക. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളുടെ പവർ സാധാരണ വാട്ടിലോ കിലോ വാട്ടിലോ ആണ് പറയുക. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളുടെ പവർ സാധാരണയായി വാട്ടിലോ അല്ലെങ്കിൽ കിലോ വാട്ടിലോ ആണ് പറയുക. 1000 വാട്ട് ഇസിക്കൽ ടു 1 കിലോ വാട്ടാണ്. 1000 വാട്ട് ഇസിക്കൽ ടു 1 കിലോ വാട്ടാണ്. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളുടെ പവർ സാധാരണയായി വാട്ടിലോ കിലോ വാട്ടിലോ ആണ് പറയുക. പവറിൻ്റെ യൂണിറ്റുകളാണ് ജൂൾ പെർ സെക്കൻഡ്, കുതിരശക്തി. ഇവ പവറിൻ്റെ യൂണിറ്റുകളാണ് ജൂൾ പെർ സെക്കൻഡും കുതിരശക്തിയും. 1 വാട്ട് ഇസിക്കൽ ടു 1 ജൂൾ പെർ സെക്കൻഡാണ്. ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്ടിൻ്റെ പേരിൽ നിന്നാണ് ഈ പേര്. വലിയ യൂണിറ്റ് കുതിരശക്തിയാണ്. പവറിൻ്റെ വലിയ യൂണിറ്റ് കുതിരശക്തിയാണ്. എഞ്ചിനുകളുടെ പവർ അളക്കാൻ സാധാരണയായിട്ട് ഹോഴ്സ് പവറാണ് ഉപയോഗിക്കുക. 1 ഹോഴ്സ് പവർ ഇസിക്കൽ ടു 746 വാട്ടാണ്. 1 ഹോഴ്സ് പവർ ഇസിക്കൽ ടു 746 വാട്ടാണ്. 1000 വാട്ട് ഇസിക്കൽ ടു 1 കിലോ വാട്ടാണ്. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളുടെ പവർ സാധാരണ വാട്ടിലോ കിലോ വാട്ടിലാണ് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? ശരിയായ ഉത്തരം ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? എനർജി, ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ എനർജി എന്ന് വിളിക്കുന്നു. ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് വിളിക്കുന്നു. ഊർജം അളക്കാനുള്ള SI യൂണിറ്റ് ഏത്? ഊർജം അളക്കാനുള്ള SI യൂണിറ്റ് ഏത്? ശരിയായ ഉത്തരം ജൂൾ. ഊർജം അല്ലെങ്കിൽ എനർജി അളക്കാനും ജൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂൾ. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂൾ. ഊർജം അളക്കാനും ജൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏത്? ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എർഗ് ആണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ് ആണ് എന്ന് ഓർമ്മിക്കുക. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ് ആണെന്ന് ഓർമ്മിക്കുക. CGS എന്നാൽ സെൻറ്റിഗ്രാം ഗ്രാം സെക്കൻഡ്. CGS എന്നാൽ സെൻറ്റിഗ്രാം ഗ്രാം സെക്കൻഡ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ് ആണെന്ന് ഓർമ്മിക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ തുല്യത ഏത്? ശരിയായ ഉത്തരം എയും സിയും ശരിയാണ്. ശരിയായ ഉത്തരം എയും സിയും ശരിയാണ്. 1 ജൂൾ ഇസിക്കൽ ടു 10⁻⁷ എർഗാണ്. 1 ജൂൾ ഇസിക്കൽ ടു 10⁻⁷ എർഗാണ്. 1 വാട്ട് മൈനസ് അവർ ഇസിക്കൽ ടു 3600 ജൂളാണ്. 1 വാട്ട് മൈനസ് അവർ ഇസിക്കൽ ടു 3600 ജൂളാണ്. വാട്ട് മൈനസ് അവർ ഇത് ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്. വാട്ട് മൈനസ് അവർ ഇത് ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്. പവർ അല്ല. പവർ ഇൻറ്റു സമയം ഇസിക്കൽ ടു ഊർജ്ജം. പവർ ഇൻറ്റു സമയം ഇസിക്കൽ ടു ഊർജ്ജം. വാട്ട് മൈനസ് അവർ എന്നാൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്. വാട്ട് മൈനസ് അവർ എന്നാൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്, പവറിൻ്റെ അല്ല. പവർ ഇൻറ്റു സമയമാണ് ഊർജ്ജം. പവർ ഇൻറ്റു സമയം ആണ് ഊർജ്ജം. താഴെ പറയുന്നവയിൽ ശരിയായ തുല്യത ഏത്? 1 ജൂൾ ഇസിക്കൽ ടു 10 എർഗ് ആണ്. 1 വാട്ട് മൈനസ് 1 അവർ ഇസിക്കൽ ടു 3600 ജൂളാണ്. 1 ജൂൾ ഇസിക്കൽ ടു 10⁻⁷ എർഗാണ്. 1 ജൂൾ ഇസിക്കൽ ടു 10⁻⁷ എർഗാണ്. 1 വാട്ട് മൈനസ് അവർ
ഇസിക്കൽ ടു 3600 ജൂളാണ്. 1 വാട്ട് മൈനസ് അവർ ഇസിക്കൽ ടു 3600 ജൂളാണ്. വാട്ട് മൈനസ് അവർ ഇത് ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്. വാട്ട് മൈനസ് അവർ ഇത് ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്, പവറിൻ്റെ അല്ല. പവർ ഇൻറ്റു സമയമാണ് ഊർജ്ജം. വീട്ടിലെ വൈദ്യുതി ബില്ലിൻ്റെ യൂണിറ്റ് ഇതാണ്. 1 കിലോ വാട്ട് ഹവർ ഇസിക്കൽ ടു 1000 വാട്ട് ഹവർ. 1 കിലോ വാട്ട് ഹവർ ഇസിക്കൽ ടു 1000 വാട്ട് ഹവർ. 36,000 ജൂൾ ഇസിക്കൽ ടു 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ്. 36,000 ജൂൾ ഇസിക്കൽ ടു 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ്. വീട്ടിലെ വൈദ്യുതി ബില്ലിൻ്റെ യൂണിറ്റ് ഇതാണ്. 1 കിലോ വാട്ട് ഹവർ ഇസിക്കൽ ടു 1000 വാട്ട് ഹവർ ഇസിക്കൽ ടു 36 ലക്ഷം ജൂൾ ഇസിക്കൽ ടു 3.6 ഇൻറ്റു 10⁻⁶. 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണെന്ന് ഓർമ്മിക്കുക. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ ഉത്തരം തോമസ് യങ്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ തോമസ് യങ്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ തോമസ് യങ് ആണെന്ന് ഓർമ്മിക്കുക. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ തോമസ് യങ് ആണെന്ന് ഓർമ്മിക്കുക. യാന്ത്രികോർജ്ജം എത്ര തരമുണ്ട്? ഏതൊക്കെ? യാന്ത്രികോർജ്ജം എത്ര തരമുണ്ട്? ഏതൊക്കെ? യാന്ത്രികോർജ്ജം എത്ര തരമുണ്ട്? ഏതൊക്കെ? ശരിയായ ഉത്തരം 2 തരം. ഗതികോർജ്ജം, സ്ഥിതികോർജ്ജം. ഗതികോർജ്ജം കൈനറ്റിക് എനർജി, സ്ഥിതികോർജ്ജം പൊട്ടൻഷ്യൽ എനർജി. യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എത്ര തരമുണ്ടെന്ന് ചോദിച്ചാൽ ഗതികോർജ്ജം, കൈനറ്റിക് എനർജി, സ്ഥിതികോർജ്ജം പൊട്ടൻഷ്യൽ എനർജി. യാന്ത്രികോർജ്ജം എന്നാൽ ഒരു വസ്തുവിന് ചലനം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഉള്ള ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. അതിൻ്റെ ആകെത്തുക ഗതികോർജ്ജം പ്ലസ് സ്ഥിതികോർജ്ജമാണ്. അതിൻ്റെ ആകെത്തുക ഗതികോർജ്ജം പ്ലസ് സ്ഥിതികോർജ്ജമാണ്. യാന്ത്രികോർജ്ജം എന്നാൽ ഒരു വസ്തുവിന് ചലനം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഉള്ള ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. ഒരു വസ്തുവിന് ചലനം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഉള്ള ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. അതിൻ്റെ ആകെത്തുക ഗതികോർജ്ജം പ്ലസ് സ്ഥിതികോർജ്ജമാണ്. അതിൻ്റെ ആകെത്തുക ഗതികോർജ്ജം പ്ലസ് സ്ഥിതികോർജ്ജം ആണെന്ന് ഓർമ്മിക്കുക. അതിൻ്റെ ആകെത്തുക ഗതികോർജ്ജം പ്ലസ് സ്ഥിതികോർജ്ജമാണ്. ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ചലനം കൊണ്ടുള്ള ഊർജ്ജം. ഉദാഹരണം ഓടുന്ന കാർ, എറിയുന്ന പന്ത്. ഗതികോർജ്ജം കൈനറ്റിക് എനർജി ചലനം കൊണ്ടുള്ള ഊർജ്ജം. ഉദാഹരണം ഓടുന്ന കാർ, എറിയുന്ന പന്ത്. ഗതികോർജ്ജം എന്നാൽ ചലനം കൊണ്ടുള്ള ഊർജ്ജം. ഉദാഹരണം ഓടുന്ന കാർ, എറിയുന്ന പന്ത്. യാന്ത്രികോർജ്ജം എന്നാൽ ഒരു വസ്തുവിന് ചലനം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഉണ്ടാകുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. ഒരു വസ്തുവിന് ചലനം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഉണ്ടാകുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. അതിൻ്റെ ആകെത്തുക എന്നാൽ ഗതികോർജ്ജം പ്ലസ് സ്ഥിതികോർജ്ജമാണ് യാന്ത്രികോർജ്ജം. സ്ഥിതികോർജ്ജം പൊട്ടൻഷ്യൽ എനർജി, സ്ഥാനം അല്ലെങ്കിൽ അവസ്ഥ കൊണ്ട് സംഭരിക്കപ്പെട്ട ഊർജ്ജം. സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, സ്ഥാനം അല്ലെങ്കിൽ അവസ്ഥ കൊണ്ട് സംഭരിക്കപ്പെട്ട ഊർജ്ജം. ഉദാഹരണം മുകളിൽ വെച്ചിരിക്കുന്ന കല്ല് വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ്. യാന്ത്രികോർജ്ജം എത്ര തരമുണ്ടെന്ന് ചോദിച്ചാൽ ഗതികോർജ്ജം, സ്ഥിതികോർജ്ജം. മെക്കാനിക്കൽ എനർജി എത്ര തരമുണ്ടെന്ന് ചോദിച്ചാൽ ഗതികോർജ്ജം, കൈനറ്റിക് എനർജി, സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി. സ്ഥാനം അല്ലെങ്കിൽ അവസ്ഥ കൊണ്ട് സംഭരിക്കപ്പെട്ട ഊർജ്ജം. ഉദാഹരണം മുകളിൽ വെച്ചിരിക്കുന്ന കല്ല് വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ്. ഗതികോർജ്ജത്തിൻ്റെ സൂത്രവാക്യം ഏത്? ഗതികോർജ്ജത്തിൻ്റെ സൂത്രവാക്യം ഏത്? ഗതികോർജ്ജത്തിൻ്റെ സൂത്രവാക്യം കൈനറ്റിക് എനർജി ഇസിക്കൽ ടു ഹാഫ് മാസ് വെലോസിറ്റി സ്ക്വയർ. മാസ് വെലോസിറ്റി സ്ക്വയർ, ഹാഫ് മാസ് വെലോസിറ്റി സ്ക്വയർ. ഗതികോർജ്ജത്തിൻ്റെ സൂത്രവാക്യം അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ സൂത്രവാക്യം mv സ്ക്വയർ, ഹാഫ് mv സ്ക്വയർ, മാസ് വെലോസിറ്റി സ്ക്വയർ. കൈനറ്റിക് എനർജി ഇസിക്കൽ ടു ഹാഫ് mv സ്ക്വയർ, ഹാഫ് mv സ്ക്വയർ എന്ന് ഓർമ്മിക്കുക. ഹാഫ് mv സ്ക്വയർ. ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം പിണ്ഡവും പ്രവേഗവും. ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പിണ്ഡവും പ്രവേഗവും. പിണ്ഡവും പ്രവേഗവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗതികോർജ്ജത്തിൻ്റെ സൂത്രവാക്യത്തിലുണ്ട്. പിണ്ഡം m, പ്രവേഗം വെലോസിറ്റി സ്ക്വയർ ആണെന്ന് ഓർമ്മിക്കുക. ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പിണ്ഡവും പ്രവേഗവും. ഒരേ വേഗത്തിൽ പോകുന്ന 2 വസ്തുക്കളിൽ പിണ്ഡം കൂടിയതിന് ഗതികോർജ്ജം കൂടുതലായിരിക്കും. ഒരേ വേഗത്തിൽ പോകുന്ന 2 വസ്തുക്കളിൽ പിണ്ഡം കൂടിയത്, അതായത് മാസ് കൂടിയതിന് ഗതികോർജ്ജം കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് സൈക്കിളിനേക്കാൾ ലോറിക്ക് ഗതികോർജ്ജം കൂടുതലാണ്. ഉദാഹരണത്തിന് സൈക്കിളിനേക്കാൾ ലോറിക്ക് ഗതികോർജ്ജം കൂടുതലാണ്. പ്രവേഗം കൂടിയാൽ, ഒരേ പിണ്ഡമുള്ള വസ്തു വേഗത്തിൽ പോയാൽ ഗതികോർജ്ജം കൂടും. ഒരേ പിണ്ഡമുള്ള വസ്തു വേഗത്തിൽ പോയാൽ ഗതികോർജ്ജം കൂടും. വേഗത ഇരട്ടിയാൽ ഗതികോർജ്ജം 4 മടങ്ങാകും. വേഗത ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാവും. വേഗത 2 ആയാൽ ഗതികോർജ്ജം 4 ആവും. വസ്തുവിൻ്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? വസ്തുവിൻ്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? ശരിയായ ഉത്തരം കൂടുന്നു. വസ്തുവിൻ്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു. വസ്തുവിൻ്റെ പിണ്ഡവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു.
പിണ്ഡം കൂടിയാൽ ഗതികോർജ്ജം കൂടും, പ്രവേഗം കൂടിയാൽ ഗതികോർജ്ജം വളരെ വേഗത്തിൽ കൂടുന്നു. പിണ്ഡം കൂടിയാൽ ഗതികോർജ്ജം കൂടും, പ്രവേഗം കൂടിയാൽ ഗതികോർജ്ജം വളരെ വേഗത്തിൽ കൂടും. പിണ്ഡം കൂടിയാൽ ഗതികോർജ്ജം കൂടും, പ്രവേഗം കൂടിയാൽ ഗതികോർജ്ജം വളരെ വേഗത്തിൽ കൂടും. 10 km/h പോകുന്ന ഓട്ടയേക്കാൾ 60 km/h പോകുന്ന അതേ ഓട്ടയ്ക്ക് ഗതികോർജ്ജം 36 മടങ്ങ് കൂടുതലായിരിക്കും. 10 km/h പോകുന്ന ഓട്ടോയേക്കാൾ 60 km/h പോകുന്ന അതേ ഓട്ടയ്ക്ക് ഗതികോർജ്ജം 36 മടങ്ങ് കൂടുതലായിരിക്കും. പിണ്ഡം കൂടിയാൽ ഗതികോർജ്ജം കൂടും, പ്രവേഗം കൂടിയാൽ ഗതികോർജ്ജം വളരെ വേഗത്തിൽ കൂടും എന്ന് ഓർമ്മിക്കുക. ഒഴിഞ്ഞ ലോറി 50 km/h പോകുന്നതിനേക്കാൾ നിറയെ ചരക്കുള്ള ലോറി അതേ വേഗത്തിൽ പോകുമ്പോൾ ഗതികോർജ്ജം കൂടുതലാണെന്ന് ഓർമ്മിക്കണം. താഴെ പറയുന്നവയിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് ഏത്? താഴെ പറയുന്നവയിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് ഏതിൽ? ഉത്തരം വാതകങ്ങളിൽ. താഴെ പറയുന്നവയിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് ഏതിൽ? വാതകങ്ങളിൽ. താഴെ പറയുന്നതിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് വാതകത്തിലാണെന്ന് ഓർമ്മിക്കുക. വാതക തന്മാത്രകൾ സ്വതന്ത്രമായി വളരെ വേഗത്തിൽ ക്രമരഹിതമായി സഞ്ചരിക്കുന്നു. അവ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. താഴെ പറയുന്നവയിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് വാതകങ്ങളിലാണ്. താഴെ പറയുന്നവയിൽ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് വാതകങ്ങളിലാണ്. ഖരം, ദ്രാവകം, വാതകം എന്ന ക്രമത്തിലാണ് തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നത്. ഖരം, ദ്രാവകം, വാതകം എന്ന ക്രമത്തിലാണ് തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നത്. ഖരത്തിന് ഗതികോർജ്ജം കുറവാണ്. തന്മാത്രകൾ ഒരു സ്ഥാനത്ത് വിറക്കുക മാത്രം ചെയ്യുന്നു. ദ്രാവകത്തിന് തന്മാത്രകൾക്ക് നീങ്ങാൻ കഴിയും. ദ്രാവകത്തിൽ തന്മാത്രകൾക്ക് നീങ്ങാൻ കഴിയും. ഇടത്തരം ഗതികോർജ്ജം. ദ്രാവകത്തിൽ തന്മാത്രകൾക്ക് നീങ്ങാൻ കഴിയും. ഇടത്തരം ഗതികോർജ്ജമാണ്. എന്നാൽ വാതകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും വേഗതയും, അതുകൊണ്ട് ഗതികോർജ്ജം ഏറ്റവും കൂടുതൽ എന്ന് ഓർമ്മിക്കുക. താപനിലയുമായുള്ള ബന്ധം. താപനില കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നു. താപനില കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നു. താപനില കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നു എന്ന് ഓർമ്മിക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാൽ അതിൻ്റെ ഗതികോർജ്ജം 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജം 4 ഇരട്ടിയാകും. വേഗത 2 മടങ്ങ്, ഗതികോർജ്ജം 4 മടങ്ങാണെന്ന് ഓർമ്മിക്കുക. വേഗത 2 മടങ്ങായാൽ ഗതികോർജ്ജം 4 മടങ്ങാണെന്ന് ഓർമ്മിക്കുക. വേഗത 3 മടങ്ങായാൽ ഗതികോർജ്ജം 9 മടങ്ങാണ്. വേഗത 3 മടങ്ങായാൽ ഗതികോർജ്ജം 9 മടങ്ങാണെന്ന് ഓർമ്മിക്കുക. പ്രവൃത്തി ഗതികോർജ്ജ സിദ്ധാന്തം, വർക്ക് എനർജി തിയറം. പ്രവൃത്തി ഗതികോർജ്ജ സിദ്ധാന്തം അനുസരിച്ച് ശരിയായ പ്രസ്താവന ഏത്? പ്രവൃത്തി ഗതികോർജ്ജ സിദ്ധാന്തം, വർക്ക് എനർജി തിയറം അനുസരിച്ച് ശരിയായ പ്രസ്താവന ഏത്? പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. പ്രവൃത്തി ഗതികോർജ്ജ സിദ്ധാന്തം അനുസരിച്ച് ശരിയായ പ്രസ്താവന പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. ഗതികോർജ്ജത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഗതികോർജ്ജം എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഗതികോർജ്ജം എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഗതികോർജ്ജത്തിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഗതികോർജ്ജം എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ഗതികോർജ്ജം 0 ആയിരിക്കും. വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ഗതികോർജ്ജം 0 ആയിരിക്കും. വസ്തു ചലിക്കുന്ന സമയത്ത് ഗതികോർജ്ജം പോസിറ്റീവാണ്. വസ്തു ചലിക്കുന്ന സമയത്ത് ഗതികോർജ്ജം പോസിറ്റീവാണ്. ഇമ്പോർട്ടൻ്റ് ആയതും കൺഫ്യൂഷൻ ആയതുമായ ഭാഗമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആവർത്തിച്ച് കേൾക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.